നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വയറിംഗ് കോൺഫിഗറേഷനിൽ നിന്ന് തുടങ്ങാം. അതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മെഷീൻസ്. ഈ സെറ്റപ്പിൽ ഫീൽഡ് വൈൻഡിങ്ങിന് പവർ കൊടുക്കുന്നത് ഒരു സെപ്പറേറ്റ്ലി എക്സ്റ്റേണൽ DC സോഴ്സ് വഴിയാണ്. ഇത് ഫിസിക്കലായിട്ടും ഇലക്ട്രിക്കലായിട്ടും ആർമേച്ചർ സർക്യൂട്ടിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഈ രണ്ട് സർക്യൂട്ടും ഐസൊലേറ്റ് ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് എന്നത് ആർമേച്ചർ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കും. ഈ 3D അറേഞ്ച്മെന്റിനെ ഒരു 2D ഇക്വലന്റ് സർക്യൂട്ടായി മാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ക്ലിയർ ആയിട്ടുള്ള ഐസൊലേറ്റഡ് ലൂപ്സ് കാണാം. ആർമേച്ചർ ലൂപ്പിൽ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഗവേണിംഗ് ഇക്വേഷൻ കിട്ടും. സപ്ലൈ വോൾട്ടേജ് എന്നത് ബാക്ക് EMF, ആർമേച്ചർ റെസിസ്റ്റൻസിലെ വോൾട്ടേജ് ഡ്രോപ്പ്, പിന്നെ ബ്രഷിലെ വോൾട്ടേജ് ഡ്രോപ്പ് ഇവയുടെയൊക്കെ സമ്മായിരിക്കും. ഫ്ലക്സ് കോൺസ്റ്റന്റും ഇൻഡിപെൻഡന്റും ആയതുകൊണ്ട് ആർമേച്ചർ കറണ്ട് പൂർണ്ണമായിട്ടും റോട്ടോർ ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിട്ടുള്ള മെക്കാനിക്കൽ ലോഡിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ ഇൻഡിപെൻഡൻസ് മോട്ടോർ പെർഫോമൻസിൽ നല്ല കൺട്രോൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഹൈ പ്രിസൈസ് ടെസ്റ്റ് ബെഞ്ചസിൽ ഈ കോൺഫിഗറേഷനാണ് കൂടുതലായും യൂസ് ചെയ്യുന്നത്. ഫ്ലക്സിനെ ലോഡ് വേരിയേഷൻ ബാധകമാക്കാത്തതുകൊണ്ട് ഈ ടോപ്പോളജി ഒരു പ്രെഡിക്റ്റബിൾ ലീനിയർ കൺട്രോൾ സ്കീം നൽകുന്നു.